എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ഉം 35-ഉം വാക്യങ്ങൾ വായിക്കട്ടെ. മത്തായി 15-ന്റെ 34-ഉം 35-ഉം. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശു ചോദിച്ചു. 7, കുറെ ചെറുമീനുമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തെ അല്ലെങ്കിൽ അടയാളത്തെക്കുറിച്ച് അതിനെ ആസ്പദമാക്കി നമ്മൾ ധ്യാനിക്കുകയാണ്. 5 അപ്പവും 2 മീനും. ഇവിടെ മറ്റ് വ്യത്യസ്തമായ തരത്തിൽ വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ ലഭിക്കുന്നതിനെ വാഴ്ത്തി തൻ്റെ കേൾവിക്കാർക്ക് നൽകുന്ന ഒരു വലിയ പ്രവൃത്തി. ഈ 2 വിവരണങ്ങളിലും ഒരു വലിയ അത്ഭുതം എന്നതിനേക്കാൾ നമ്മുടെ കൈകളിൽ ഉള്ളതിനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുന്നത് ഉപയോഗിക്കുന്നു. ആകെയുള്ളത് വളരെ കുറവാണ്. ഒരു ഭക്ഷണ പൊതിയിലോ അല്ലെങ്കിൽ 2 വിധത്തിലുള്ള ക്രമീകരണങ്ങളോ ഉള്ള കുറേ വളരെ ചെറുത് 5 അപ്പം 2 മീനെന്ന് കണ്ടു, 7 അപ്പം കുറേ മീനുകളെന്ന് കാണുന്നു. വളരെ ചെറുത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് അനേകരുടെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ സാരം. ദൈവം ഉപയോഗിച്ചത് ഈ കൊച്ച് ഭക്ഷണ പൊതിയും ഭീരുക്കളും അവിശ്വാസികളുമായ ഈ 12 ശിഷ്യന്മാരെയുമാണ്. അവൻ്റെ കയ്യിൽ കൊടുക്കുന്നത് അവൻ ഉപയോഗിക്കുന്നു. ചെറുതാണ് പാക്കറ്റ്, അത് അവൻ ഉപയോഗിച്ചു. അതുകൊണ്ട് എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം ചെറിയ കാര്യത്തെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിച്ച അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാൻ, അതിനെ കീഴ്മേൽ മറിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു സാധാരണ സ്ത്രീയാണ്, മദർ തെരേസ. അൽബേനിയയിൽ നിന്ന് വന്ന സാധാരണ സ്ത്രീ. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് അവർ കയറി കഴിഞ്ഞപ്പോൾ ഭൂഖണ്ഡങ്ങളെ പിടിച്ചു കുലുക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. ഇംഗ്ലണ്ടിൽ ഒരു ചെരുപ്പ് കുത്തിയെ ദൈവം കരത്തിലെടുത്തു. ഭാരത മണ്ണിനെ സുവിശേഷീകരിക്കാൻ ദൈവം തൻ്റെ ദാസനെ വില്യം കേറിയെ കൈകളിലെടുത്തു. ദൈവമുണ്ടെങ്കിൽ നമ്മുടെ കരത്തിൽ അല്പം മതി, അല്പത്തിനെ അവൻ അധികമാക്കും. ദൈവമില്ലെങ്കിൽ അധികമുണ്ടെങ്കിലും പ്രയോജനമില്ല. എന്നാൽ അല്പമേ ഉള്ളോ, ദൈവം ഉണ്ടോ, അത് പ്രയോജനകരമായി തീരും. വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. നയമാൻ്റെ വീട്ടിലൊരു പെൺകുട്ടി, വേലക്കാരി, അടിമ. അവൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? എന്നാൽ ആ അടിമ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞങ്ങളുടെ ദേശത്തൊരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുക്കൽ പോയാൽ യജമാനന് സൗഖ്യം കിട്ടും. ആ പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ചു. ദാവീദിൻ്റെ കവിണയ്ക്ക് ഒരു പീരങ്കി വെടിയുടെ ശക്തി ഉണ്ടായിരുന്നു. ശിംശോന്റെ കൈകളിൽ നിന്ന് ഒരു കഴുതയുടെ താടിയല്ല ദൈവത്തിൻ്റെ കരത്തിൽ വന്നപ്പോൾ കുന്ന് 1, കുന്ന് 2 എന്നിങ്ങനെ ശത്രുക്കളെ വീഴ്ത്തുവാൻ കഴിഞ്ഞു. മോശയുടെ കയ്യിൽ ഒരു വടി, ഒരു ഉണങ്ങിയ വടി. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിൽ ആ വടി വന്നപ്പോൾ അതിന് സമുദ്രത്തെ പിളർക്കാൻ തക്ക ശക്തി ഉണ്ടായി.
പത്രോസിൻ്റെ ഒഴിഞ്ഞ പടകിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് മതി കർത്താവിന്. മർക്കോസിൻ്റെ മാളിക മുറി വലിയ കൊട്ടാരമൊന്നും ആയിരുന്നില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ തേജസ് വന്നു. ശമര്യാക്കാരത്തി, പാപിനിയായ സ്ത്രീ, അങ്ങനെ ധാരാളം ആളുകളെ ദൈവം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടിയും ഉപയോഗിച്ചു എന്നത് വേദപുസ്തകം നമ്മളോട് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അരയ്ക്ക് കീഴ്പോട്ട് ശക്തി ക്ഷയിച്ച ബലഹീനമായ കാലുകളുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപകടത്തിൽ പറ്റിയതാണ്. ഡോക്ടർ മേരി വർഗീസ്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആ ഡോക്ടർക്ക് ഒട്ടും നടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവർ ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ, ലോർഡ് ടേക്ക് മൈ ഹാൻഡ്സ്, എൻ്റെ കരങ്ങളെ ഉപയോഗിക്കണമേ. ആയിരങ്ങൾക്ക് ആ കരങ്ങളിൽ സൗഖ്യം കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതിനെ അന്വേഷിക്കുക. വളരെ അല്പമേ ഉള്ളൂ എങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന പക്ഷം അത് വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാകും. അനേകരുടെ ആശ്വാസത്തിനും തൃപ്തിക്കും അതിനെ ദൈവം തമ്പുരാൻ ഉപയോഗിക്കും. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉള്ളത് കൊടുത്താൽ അല്പം മതി. താലന്തുകൾ, സമയം, പണം, ദൈവം തന്നിട്ടുള്ള കൃപാവരങ്ങൾ, ഭവനം, ഇതൊക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായും വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം അവിടെ ആരംഭിക്കുകയാണ്. കർത്താവ് ഇവിടെ അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്ത് ജനങ്ങൾ കൊടുക്കാൻ പറയുന്നു. അവൻ നുറുക്കപ്പെട്ടതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു നുറുക്കം ഉണ്ട്. ഉപയോഗിക്കും, പക്ഷേ ഒന്ന് നുറുക്കും. അവൻ്റെ പ്രമാണം മാറ്റമില്ലാത്ത പ്രമാണമാണ്. കനാൻ ഉണ്ട്, പക്ഷേ അതിന് മുൻപ് ഒരു മരുഭൂമിയുണ്ട്. അനുഗ്രഹമുണ്ട്, എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു താഴ്വരയുണ്ട്. അത് കടന്നെങ്കിലേ സാധ്യമാകൂ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ചിലപ്പോൾ നുറുക്കപ്പെടേണ്ടി വരും. മോശ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നു. ഈജിപ്തിലെ കൊട്ടാരത്തിൽ നിന്ന് അതിൽ വളർന്ന് സകല വിദ്യയും അഭ്യസിച്ചവൻ. എന്നാൽ ജനത്തെ വിടുവിക്കേണ്ടതിന് അത് മാത്രം പോരായിരുന്നു. മരുഭൂമിയിൽ വിട്ട് ദൈവം അവനെ ഒന്ന് ഉടച്ചു വാർത്ത് ഒക്കെ എടുത്തു. ചിലർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൈവമേ നീ എനിക്ക് വേദനയുടെ വഴി വെച്ചത്? ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും മുൻപായി വേദനയുടെ തീച്ചുള്ളിൽ കൂടി ഒരു പക്ഷികൾ നടത്തി വിട്ടേക്കാം. ദാവീദിനെ നോക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരുത്തുന്നതിന് മുൻപായി ശൗൽ രാജാവിനാൽ അവൻ വേട്ടയാടപ്പെട്ടു. നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു എന്ന് വിലപിച്ചു. അത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. അനുഗ്രഹിക്കണമോ ദൈവം നമ്മെ ഉടയ്ക്കണം എന്ന ഒരു തത്വമുണ്ട്. ഉടയ്ക്കാതെ ദൈവം ആരെയും അനുഗ്രഹിക്കാറില്ല. യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് ദൈവം അവനെയും ഉടച്ചു. ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭാരപ്പെടുകയൊന്നും വേണ്ട എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഉപയോഗിക്കുന്നതിന് മുൻപുള്ള ഉടയ്ക്കലാണ്. ഗ്ലാഡീസ് ഇൻ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു തൂപ്പുകാരിയായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യാൻ വളരെ ആഗ്രഹിച്ചു. ബൈബിൾ സെമിനാരിയിൽ പോയി പഠിച്ചു. ഡിഗ്രി കിട്ടിയപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ്. പലയിടത്തും പോയി അന്വേഷിച്ചു മിഷണറിയായി വേല ചെയ്യാൻ. ആരും അത്ര താല്പര്യം കാണിച്ചില്ല. ചൈനയിൽ പോകണമെന്നാണ് ആഗ്രഹം. മിഷണറിയായി ചൈന മിഷനിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് അതിനുള്ള ക്രെഡിറ്റ് ഇല്ല. എന്നാൽ ചൈനയിൽ ഒരു വൃദ്ധ മിഷണറി കുടുംബത്തെ സഹായിക്കാൻ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ച അവൾക്ക് കിട്ടിയത് വീട്ടുജോലിയാണ്. അനേക നാളുകൾ അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ
തൻ്റെ ജീവിതത്തിലുള്ള സകലതും എടുത്ത് കട്ടിലിൽ വെച്ചു. കട്ടിലിൽ കവിഞ്ഞു വീണു. കർത്താവേ, എനിക്ക് ഇത്രയേ ഉള്ളൂ, ദിസ് ഈസ് ഓൾ. ദൈവം അനുഗ്രഹിച്ചു. അവൾ പോയി എന്ന് മാത്രമല്ല, അനേകരെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്ന മിഷണറിയായി ദൈവം അവരെ ഉപയോഗിച്ചു. എന്നാൽ അതിനു മുൻപ് ദൈവം ഒന്ന് ഉടച്ച് വാർത്ത് എടുത്തു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു ദൈവം. നമ്മളത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് ഉടച്ച് വാർത്ത് നുറുക്കി ഉപയോഗിക്കും എന്നതിനെ മറക്കരുത്. അനുഗ്രഹത്തിന് മുൻപ് ഒരു ഉടയ്ക്കപ്പെടലുണ്ടാവും. ദൈവം ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു നുറുക്കലുണ്ടാകും. അത് കണ്ട് ഭയന്ന് നിൽക്കരുത്. ജീവിതത്തിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കരുതി ആരും ഒന്നും നൽകാതിരിക്കേണ്ടതില്ല. ഈ കുറഞ്ഞതിനെ അനുഗ്രഹിക്കുന്ന, മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ളതിനെയും ഏൽപ്പിക്കാം. കർത്താവ് ലോകത്തിന് അനുഗ്രഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ വചനത്തിനായി, ചിന്താധാരകൾക്കായി സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ബലവും ആരോഗ്യവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വലിയ ഊർജ്ജമായിരിക്കണമേ. ഞങ്ങൾക്കുള്ളതിനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ. തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിപ്പാനുള്ള ബലം നൽകണമേ. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കണമേ. സകല ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.